ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വിനീത നമസ്കാരം. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ 50 വരെയാണ് എണ്ണം പഠിച്ചത്. ഇന്ന് നേരിട്ട് തന്നെ നമുക്ക് 51 മുതൽ 100 വരെ നമുക്ക് പഠിക്കാം. ഇനി 51 എഴുതേണ്ടത്. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ മുഴുവൻ പഠിച്ചെന്ന് വിചാരിക്കുന്നു. 50 എന്തായിരുന്നു പറഞ്ഞത്? ഈ പച്ചാസ് അല്ലേ. ഇനി നമുക്ക് 51 പഠിക്കാം. 51 മുതലാണ് പഠിക്കേണ്ടത്. ഇക്കാവൻ, ഇക്കാവൻ. ഭാവൻ, ഭാവൻ. തിർപ്പൻ, ചൗവൻ, പച്ചുപ്പൻ, പച്ചുപ്പൻ 55. ചപ്പൻ, സത്താവൻ, അഠാവൻ, അടുത്തെന്തായിരിക്കും? ഉൻസട്ട്. ഒരു ബന്ധവുമില്ല അല്ലേ? ഉൻസട്ട്. അഠാവൻ, ഉൻസട്ട്, സട്ട്. സട്ട് എന്ന് പറയുമ്പോൾ 60. ഇനി എന്തായിരിക്കും? 61. ഇക്സട്ട്, സട്ട്, ഇക്സട്ട് അല്ലേ? ഇക്സട്ട്. ഇവിടെ നിന്ന് കാണുന്നില്ല അല്ലേ? ഇനി ഇപ്പോഴും എഴുതാം. ഇക്സട്ട്. 62, 51, ഇനി 62. ഇവിടെ ഇക്സട്ട് എന്ന് എഴുതണോ? എക്സെറ്റ്, എക്സെറ്റ്. കാണുന്നില്ല അല്ലേ നിങ്ങൾക്ക്? എക്സെറ്റ് അല്ലേ? ഒന്ന് ഇവിടെ എഴുതാം. എക്സെറ്റ്. ബാസറ്റ്, ബാസറ്റ്. തിർസറ്റ്. ടാ ഏതാണെന്ന് മനസ്സിലാകുന്നുണ്ടല്ലോ. ചൗസറ്റ്, ചൗം. ചൗംസറ്റ്. പൈൻസറ്റ്, പൈംസറ്റ്. ചിയാസറ്റ്, ചിയാസറ്റ്. അടുത്തത് എന്തായിരിക്കും? ഊഹിച്ച് പറയാമോ? സൈൻസെറ്റ്, സൈൻസെറ്റ്. എഴുതുന്നത് മനസ്സിലാക്കണം. ഇനിയോ? അഡ്സെറ്റ് അല്ലേ? 8 എന്ന് പറയുമ്പോൾ അല്ലേ? 8 ബന്ധപ്പെട്ട് വരുമ്പോൾ അഡ്സെറ്റ്. 58. ഇനി ഉൻഹത്തർ. കണ്ടാ മാറി. ഉൻഹത്തർ, ഉൻഹത്തർ. 70 എന്തായിരിക്കും? ഉൻഹത്തർ എന്ന് പറയുമ്പോൾ 70 തീർച്ചയായിട്ടും ഉൻസട്ട് വരുമ്പോൾ സട്ടാവുന്നത്. അപ്പോൾ ഉൻഹത്തർ വരുമ്പോൾ എന്തായിരിക്കും? ഉൻഹത്തർ. ഹത്തർ അല്ല, സത്തറാ വരും കേട്ടോ. സത്തർ. സത്തർ എന്ന് പറയുമ്പോൾ 70 കേട്ടോ. 70. ഇനി വീണ്ടും 71. ഇക്ക് ഹത്തർ, ഇക്ക് ഹത്തർ. ബഹത്തർ. 62, 72. ബഹത്തർ. ബഹത്തർ. തിഹത്തർ. ഉണ്ടോ? ഇനി ഇവിടെ കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ബഹത്തർ. ഇനി തിഹത്തർ, തിഹത്തർ. തിഹത്തർ, തിഹത്തർ.
74 എന്തായിരിക്കും പറയാൻ പറ്റുമോ? ചൗഹത്തർ അല്ലേ? രണ്ട് വരെയുണ്ട് കേട്ടോ. ചൗഹത്തർ, 75, 75, 73, 74, 77, സത്ത് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായി എന്തായിരിക്കും? 77. സാത്ത് എന്ന് പറയുന്നത് 7 അപ്പോൾ 77 എന്ന് പറയുമ്പോൾ 77 എന്ന് പറഞ്ഞാൽ 77. ഇനി 78 എന്താ പറയുക? ആട്ട് എന്ന് പറയുമ്പോൾ 78 അല്ലേ? 78. ഇനി ഉന്നാസി. എങ്ങനെ എഴുതുക ഉന്നാസിന്ന്? പകുതി ഉന്നാസി. കണ്ട പ്രശ്നം പഠിച്ചില്ലേ? ഉന്നാസി. അസിക്ക് എന്നാ പറയുക? അസി എന്ന് പറഞ്ഞാൽ എന്താ? അസി എന്ന് പറഞ്ഞാൽ 80 അല്ലേ? ഇത് എഴുതുന്നില്ല, നിങ്ങൾ കുറച്ച് കഷ്ടപ്പെടണോ എന്താണ്? അല്ലെങ്കിൽ പെട്ടെന്ന് നമ്പർ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾ എന്താ നിങ്ങൾ കുറച്ച് പ്രയാസപ്പെടണോ ഇത് എങ്ങനെയാണ് എന്നുള്ളത്. അക്ഷരം കേട്ടോ, അക്കം പഠിക്കുന്നത് മുഴുവനും കൃത്യമായി ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ എളുപ്പപ്പണി നോക്കൂ. അപ്പോൾ നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടണ്ടേ? കുറച്ചൊക്കെ ബുദ്ധിമുട്ടി പഠിക്കുന്നതല്ലേ നല്ലത്. അപ്പം 80, 80. ഇനി 81 എന്താ പറയുക? ഇക്കാസി. 81 ഇക്കാസി. 82 ബയാസി. പിന്നെ 83 വരുമ്പോൾ തിരാസി. കാണുന്നുണ്ടോ കുട്ടികളെ? ഇനി അടുത്തത് തിരാസി. ഇനി വീഡിയോ കുറച്ച് ലെങ്തി ആയി പോകുന്നതുകൊണ്ടാണ്. ഇനി 80 അല്ല, ഇക്കാസി 81, ബയാസി 82, തിരാസി 83. ഇനി 84 അല്ലേ? 84 എന്താ പറയുക? തിരാസി ചൗരാസി കേട്ടോ. ചൗരാസി കാണുന്നുണ്ടോ? ചൗരാസി. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് വാക്കുകൾ കൂട്ടിച്ചേർക്കാൻ മനസ്സിലായില്ലേ? ചൗരാസി കണ്ടില്ലേ നിങ്ങൾ? ഇല്ല അല്ലേ? ചൗരാസി എഴുതുന്ന കണ്ടിട്ടില്ല. എന്നാലും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ചൗരാസി. അടുത്തത് 85. ഇതൊക്കെ നിങ്ങൾക്ക് എളുപ്പമായില്ലേ പഠിച്ചിട്ട് അല്ലേ? അപ്പോൾ ഇതെല്ലാം നിങ്ങൾ പച്ചവളം പോലെ പഠിച്ചെടുത്തിട്ടില്ലേ? 85. ഇനി എന്താ? ചൗരാസി, 85. വീണ്ടും ഒരു 6 വരുമ്പോൾ എന്തായാലും ഒരു 86 അല്ലേ? 86 ഒരു ചാ വരും അല്ലേ? ഇവിടെ എന്തായാലും 86 എന്ന് പറഞ്ഞാൽ 86 അല്ലേ? 87 എന്താ പറയുക? 7 വരുമ്പോൾ എന്തായാലും 7 അല്ലേ? 87. പിന്നെ 8 വരുമ്പോൾ എന്തായിരിക്കും? 78, 88. പിന്നെ അടുത്തത് 88, 89, നവം അല്ലേ? 89. പിന്നെ 90 എന്തായിരിക്കും പറയുക? ഈ നവാസി എന്നൊന്നല്ല അല്ല, എന്താ വരിക? 90 എന്താ വരിക?
90 നബ്ബെ. കണ്ടാ, അത് യാതൊരു ബന്ധവുമില്ല. നബ്ബെ, നബ്ബേ. ഇനി എന്താ? 91 ഇക്കാനബേ, ബാനബേ അല്ലേ? അങ്ങനെ അങ്ങനെ പോവും. ഇക്കാനബേ. ഇക്കാ കാണുന്നുണ്ടോ കുട്ടികളെ എഴുതുന്നത്? ഇക്കാനബേ അല്ലേ? ഇക്കാനബേ, ബാനബേ, ബാനബേ. 93 എന്നായിരിക്കും തിരാനബേ. കേട്ടാ, തിരാനബേ. അപ്പോൾ 4 വരുമ്പോൾ എന്തായാലും ഒരു ചാ വരും അല്ലേ? എന്താ വരുക? ചൗരാനബേ. കേട്ടാ കുട്ടികളെ, ചൗരാനബേ, ചൗരാനബേ. ഇനി ഇവിടെ എഴുതാമല്ലേ? നിങ്ങൾക്കിത് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ചൗരാനബേ. ഇനി 95 എന്താ വരിക? പഞ്ചാനബേ. അതിങ്ങോട്ട് എഴുതാൻ തോന്നും അല്ലേ? അല്ല ഇവിടെ തന്നെ എഴുതിയാൽ കുഴപ്പമുണ്ടോ കുട്ടികളെ? താഴോട്ട് എഴുതാമേ. കാണുന്നുണ്ടോ എന്നുള്ളതാണ് ഞാൻ. ഇനി 95. 95 പഞ്ചാനബേ. 95 ഇത് ശ്രദ്ധിക്കണം. ഈ ഒരു വരി ഇട്ടിട്ടാണ് ഞാൻ എഴുതുന്നത്. 95 പഞ്ചാനബേ, പഞ്ചാനബേ, പഞ്ചാനബേ. ഇനി ചിയാനബേ. 96 ചിയാനബേ, ചിയാനബേ, ചിയാനബേ. പിന്നെ സത്താനബേ, സത്താനബേ, സത്താനബേ. 98, 98. കാണുന്നുണ്ടോ കുട്ടികളെ? കണ്ടു വരുന്നേ ഉള്ളൂ അല്ലേ? ഇനി അടുത്ത് എന്തായിരിക്കും? ഇവിടെ എഴുതാമേ. കാണൂല നിങ്ങൾക്ക്, ഇത് ഇവിടെ എഴുതുന്നതാണ്. അപ്പം 98 എന്ന് പറയുമ്പോൾ 98 ഇവിടെ 98. ഇനി അടുത്തത് 99, 98, 99. സോറി, 99 എന്താ പറയുക? നിന്യാനബേ. കാണുന്നില്ലേ? നിന്യാനബേ. അവിടെ 2 നാ വരും കേട്ടോ. അല്ല, ഇവിടെ അല്ല, ഇവിടെ നാ പകുതി നാ. ഇവിടെ നിന്യാനബേ. സോറി, ഞാൻ എന്നോട് പറഞ്ഞു പോയതാ കുട്ടികളെ. നിന്യാനബേ. അടുത്തത് 100. 100 എന്താ പറയുക? സൗ. അത് എളുപ്പമാണ് അല്ലേ? സൗ. അപ്പോൾ നമ്മൾ 100 വരെ എണ്ണം പഠിച്ചത് കുറച്ച് സ്പീഡിലെടുത്ത്. എന്താ വെച്ചാൽ ഭയങ്കര ലെങ്തി ആയി പോകുന്നത്. അതുകൊണ്ട് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. അപ്പം ഇതൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും 100 വരെ എണ്ണം പഠിക്കണം കേട്ടോ. എന്നാലേ നമുക്ക് കൂടുതൽ ഗുണം കിട്ടുള്ളൂ. നമുക്ക് പല കാര്യങ്ങളും ഇതിലൂടെ ഇനി പഠിക്കാനുണ്ട് അല്ലേ? അപ്പോൾ ഈ എണ്ണം പഠിച്ചു കഴിഞ്ഞു. ഇത് എണ്ണം ഒന്ന് നമുക്ക് പറയാം. എങ്ങനെ ഉച്ചരിക്കാമെന്ന് അറിയണ്ടേ നിങ്ങൾക്ക്? ഇത് 51 അല്ലേ? 51, 51 എന്ന് പറയും നമ്മളെ നാടൻ ഭാഷയിൽ. ഇവിടെ 51 കേട്ടോ. നമ്മൾ 51, 81 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരേപോലെ തോന്നിപ്പോകും. അപ്പോൾ 51 എന്താ പറയുക? 51, 52, 53, 54. ഇവിടെ പാന്ന് തോന്നിപ്പോകരുത് കേട്ടോ കുട്ടികളെ. 54, 55, 56, 57, 58, 59, 60. 60 എന്ന് പറയുമ്പോൾ 60. ഇനി 61, 62, 63, 64, 65, 66, 67, 68, 69, 70, 71, 72, 73, 74, 75, 76, 77, 78, 79, 80. 81, 82, 83, 84, 85, 86, 87, 88, 89, 90. 91, 92, 93, 94. കാണുന്നുണ്ടോ കുട്ടികൾക്ക്? 94. അടുത്തത് 94 എന്ന് പറയുമ്പോൾ 94 അല്ലേ? ഇനി
എന്താ, ഇവിടെ ഒരു ദീർഘം ഇടാൻ മറന്നുപോയി കണ്ടോ. എൻ്റെ അടുത്ത് ചെറിയൊരു തെറ്റ് പറ്റിയല്ലേ. നിങ്ങൾ എന്തെല്ലാം പറയുന്ന അല്ലേ. പഞ്ചാനബെ അല്ലേ, ഇവിടെ ഒരു ദീർഘം ഇടാൻ വിട്ടുപോയി. പഞ്ചാനബെ, സോറി. പഞ്ചാനബെ, 96, 97, 98, 99, 100. അപ്പം ഇത്രയും കാര്യങ്ങൾ. അപ്പം 100 വരെ നമ്മൾ എണ്ണം സ്പീഡ് പഠിച്ചു അല്ലേ. ഇത് മുഴുവൻ കുത്തിയിരുന്ന് പഠിക്കണം കേട്ടോ കുട്ടികളെ. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇത് മാത്രമൊന്നുമല്ല പഠിത്തം, ഇവിടെ ഇതെല്ലാം ചെറിയൊരു ഭാഗം മാത്രമേ ആവുന്നുള്ളൂ. പക്ഷേ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് താനും. ഇതൊക്കെ പഠിച്ചാലേ നമുക്ക് മുന്നോട്ട് ഹിന്ദി കൈകാര്യം ചെയ്യാൻ പറ്റൂ. ഓക്കെ, പ്ലീസ് ഫോർ വാച്ചിങ്. താങ്ക് യു. നിങ്ങളൊന്നും മിണ്ടുന്നില്ല. നിങ്ങൾക്കെന്തും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ, പ്രതികരിക്കണം എന്നോട്. എന്നാലേ എനിക്ക് അടുത്തടുത്ത വീഡിയോസിൽ ഇടാൻ തോന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പ്രതികരിക്കേണ്ട സമയമായി കേട്ടോ. പ്രതികരിക്കുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും വീഡിയോ കാണാൻ താല്പര്യമുണ്ടെന്നും വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.